എല്ലാവർക്കും നമസ്കാരം. ഇമ്മിണി വല്യൊന്നിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ 10ാം ക്ലാസ്സിന് വേണ്ടി ഒരു ടോപ്പിക്ക്, അവർ പുതിയതായി പഠിക്കുന്ന ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതായത് ട്രിഗ്നോമെട്രി. അപ്പോൾ ഇവിടെ കുറച്ച് ഫിഗേഴ്സ് വരച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇതെന്താണെന്ന് വിചാരിച്ചാൽ, ഇപ്പം സ്കൂളിൽ നിന്ന് ഇപ്പം സപ്പോസ് കുത്തബ് മീനാറിലേക്ക് ഒരു എക്സ്കർഷൻ പോയി കുട്ടികൾ, 10ാം ക്ലാസ്സിലെ കുട്ടികൾ. അപ്പോൾ ഇവിടെ ഒരു കുട്ടി ഇവിടെ നിന്ന് കുത്തബ് മീനാറിൻ്റെ ടോപ്പിലേക്ക് ഇവിടെ നിന്ന് നോക്കുന്നു. അപ്പോൾ ഒരു ഇമാജിനറി റൈറ്റ് ട്രയാങ്കിൾ ഈസ് ഫോംഡ് ഹിയർ. ഇത് ഓൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ഹൈറ്റ് ഓഫ് കുത്തബ് മീനാർ. ഇത് കുട്ടി നിൽക്കുന്ന പൊസിഷൻ, അതിൻ്റെ മീനാറിൻ്റെ ബേസിലേക്കുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ആൻ ഇമാജിനറി ലൈൻ ഫ്രം ദി ഐ ഓഫ് ദി ചൈൽഡ് ടു ദ ടോപ്പ് ഓഫ് ദി മീനാർ. അപ്പോൾ ഇവിടെ ഒരു ഇമാജിനറി റൈറ്റ് ട്രയാങ്കിൾ ഇസ് ഫോംഡ്. അപ്പോൾ വിത്തൗട്ട് ആക്ച്വൽ മെഷർ, നമ്മൾ ശരിക്ക് മെഷർ ചെയ്ത് നോക്കാതെ ഈ കുത്തബ് മീനാറിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ലെറ്റ്സ് സീ, നോക്കാം നമുക്ക്. പിന്നെ വേറൊരു സിറ്റുവേഷൻ. ഇവിടെ ഇതൊരു റിവറാണ്. ഒരു റിവറിൻ്റെ സൈഡിൽ ഒരു വീടിൻ്റെ ബാൽക്കണിയിൽ നിന്ന് ഒരു കുട്ടി റിവറിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്, അതർ ബാങ്ക് ഓഫ് ദ റിവർ, ഇവിടെ ഒരു ടെമ്പിൾ ഉണ്ട്. ആ ടെമ്പിളിൻ്റെ ഒരു സ്റ്റെയറിൻ്റെ മുകളിൽ ഒരു ഫ്ലവർ പോട്ട് ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് കുട്ടി ഇതിലേക്ക്, ഈ ഒബ്ജക്റ്റിലേക്ക് നോക്കുന്നു. ഇവിടെയും ഒരു ഇമാജിനറി റൈറ്റ് ട്രയാങ്കിൾ ഇസ് ഫോംഡ്. ഇത് കുട്ടിയുടെ വീടിൻ്റെ ഫ്ലോറിൽ നിന്ന് അല്ലെങ്കിൽ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഇവിടത്തേക്ക് എത്ര ഹൈറ്റ് ഉണ്ടെന്ന് നമുക്ക് ക്യാൻ ബി മെഷർ ചെയ്യാൻ പറ്റും. ഇവിടെയും ഒരു റൈറ്റ് ട്രയാങ്കിൾ ഫോം ചെയ്തു, ഇമാജിനറി റൈറ്റ് ട്രയാങ്കിൾ. അപ്പോൾ എങ്ങനെ ഈ റിവറിൻ്റെ വിഡ്ത്ത് കണ്ടുപിടിക്കാം നമുക്ക്? ഇത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ദെൻ ഹൗ ക്യാൻ വി ഫൈൻഡ് ദ വിഡ്ത്ത് ഓഫ് ദ റിവർ? പറ്റുമോ? വിത്തൗട്ട് ആക്ച്വൽ മെഷറിങ്. ഇനി വേറൊരു സിറ്റുവേഷൻ. ഒരു കുട്ടി വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇവിടെ ഒരു ഹോട്ട് എയർ ബലൂൺ കണ്ടു. അപ്പോൾ കുട്ടി ഓടി ചെന്ന് അമ്മയോട് പറഞ്ഞു, അമ്മേ ഇതാ ഞാനൊരു ബലൂണ് കണ്ടിട്ടുണ്ട്, വാ നമുക്ക് പോയി നോക്കാമെന്ന് പറഞ്ഞ് അമ്മയും കൂട്ടി വന്ന സമയത്ത് ഈ ബലൂൺ ഇവിടെ എത്തി. ആദ്യം പൊസിഷൻ എയിലായിരുന്നു, പിന്നെ ഇവിടെ ബിയിലെത്തി. അപ്പോൾ ഇവിടെയോ രണ്ട് റൈറ്റ് ട്രയാങ്കിൾസ്. ആദ്യം ഇതാ ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഫോം ചെയ്തു, ഇവിടെയും ഒരു റൈറ്റ് ട്രയാങ്കിൾ ഫോം ചെയ്തു, അല്ലേ? അപ്പോൾ ഇപ്പം ഈ ബലൂൺ ഗ്രൗണ്ടിൽ നിന്ന് എത്ര ഹൈറ്റിലാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ ഇങ്ങനത്തെ ഈ സിറ്റുവേഷൻസൊക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഈ സിറ്റുവേഷൻസിലൊക്കെ നമ്മൾ വിത്തൗട്ട് ആക്ച്വൽ മെഷറിങ്, ഇതിപ്പം പറ്റൂല നമുക്ക്. എങ്ങനെയാണ് ഇവിടുന്ന് ഗ്രൗണ്ടിൽ നിന്ന് ഇങ്ങനെ ആക്ച്വൽ മെഷർ ചെയ്യാൻ പറ്റുക? ദെൻ ഹൗ ക്യാൻ വി ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദിസ് ബലൂൺ ഫ്രം ദി ഗ്രൗണ്ട്? ഇതിന് ഒരു മാത്തമാറ്റിക്കൽ ടെക്നിക്ക് ഉണ്ട്. ഈ ടെക്നിക്ക് മാത്സിലെ ഒരു ബ്രാഞ്ചായ ട്രിഗ്നോമെട്രി, അതിലെ കുറച്ച് കൺസെപ്റ്റ്സ് യൂസ് ചെയ്തിട്ടാണ് ഇതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക. അപ്പോൾ വാട്ട് ഈസ് ട്രിഗ്നോമെട്രി? ട്രിഗ്നോമെട്രിയുടെ വേർഡ് മീനിങ്, ട്രിഗ്നോമെട്രി എന്ന് പറയുന്ന വേർഡ് ഗ്രീക്ക് വേർഡ്സായ ട്രൈ എന്ന് പറഞ്ഞാൽ 3, ഗോൺ മീൻസ് സൈഡ്സ് ആൻഡ് മെട്രോൺ മീൻസ് മെഷർമെൻറ്റ്. സോ ട്രിഗ്നോമെട്രി ഈസ് എ ബ്രാഞ്ച് ഓഫ് മാത്തമാറ്റിക്സ് which deals with the relationship between the sides and angles of a triangle. അതാണ് ഡെഫിനിഷൻ. ആൻഡ് ഹിയർ, ഇവിടെ ഈ ഇൻട്രഡക്ഷനിൽ നമ്മൾ പറയാൻ പോകുന്നത് കുറച്ച്
റേഷ്യോസ്. റേഷ്യോസ് എന്ന് പറഞ്ഞാൽ റേഷ്യോസ് ഓഫ് ദി സൈഡ്സ് ഓഫ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് അക്യൂട്ട് ആംഗിൾസ്. അതായത് ഒരു റൈറ്റ് ട്രയാങ്കിളിൽ ഒരു ആംഗിള് റൈറ്റ്, ദാറ്റ് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ഇസ് എ ട്രയാങ്കിൾ വിത്ത് one angle 90 degree, one angle right. Then we know the sum of the three angles of a triangle is 180 degrees. അപ്പോൾ ഒന്ന് 90 ഡിഗ്രി ആണെങ്കിൽ naturally the sum of the other two angles 90 and each will be less than 90. So each of the remaining angles will be acute. So in this chapter trigonometric ratios എന്ന് പറഞ്ഞാൽ they are the ratios of the sides of a right angled triangle. We consider right angled triangle in this chapter with respect to its acute angles. അപ്പോൾ ഇവിടെ രണ്ട് acute angles ഉണ്ട്, എയും സിയും. അപ്പോൾ ആദ്യം ഞാൻ ഈ ആംഗിൾ എയുടെ ട്രിഗ്നോമെട്രിക് റേഷ്യോസ് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. അപ്പോൾ റേഷ്യോസ്, ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ആണ് ദ വെരി ബേസ് ഓഫ് ട്രിഗ്നോമെട്രി. അത് നമ്മൾക്ക് തറവായി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയെല്ലാം എന്നാലും മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. സോ ഫസ്റ്റ് റേഷ്യോ, ആൻഡ് ദിസ് ഇസ് ദ ഹൈപ്പോട്ടന്യൂസ്, നോ ഡൗട്ട്. ദി സൈഡ് ഓപ്പോസിറ്റ് ടു ദ റൈറ്റ് ആംഗിൾ ഈസ് ഓൾവേസ് ദ ഹൈപ്പോട്ടന്യൂസ്. ഇനി ഞാനിവിടെ ഈ അക്യൂട്ട് ആംഗിൾ എ ആണ് കൺസിഡർ ചെയ്യുന്നത്. സോ വിത്ത് റെസ്പെക്ട് ടു ദി അക്യൂട്ട് ആംഗിൾ എ, ദിസ് ഈസ് ദ സൈഡ് അഡ്ജസെന്റ് ടു ആംഗിൾ എ. Side adjacent to angle A, and with respect to this acute angle A, this is the opposite side, or we can write side opposite to angle A, side opposite to angle A, or simply or shortly we can write adjacent side and this is opposite side. Okay, and the first trigonometric ratio, sine of angle A, is defined as, it is opposite, side opposite to angle A divided by hypotenuse. Side opposite to angle A, side opposite to angle A divided by hypotenuse. Or sine A, sine of angle A can be abbreviated as sine A, short form, is equal to, what is the opposite side? It is BC by AC. BC by AC. This is the first trigonometric ratio. And the second one is cosine. Cosine of angle A. Cosine of angle A, it is the side adjacent to angle A divided by hypotenuse. Side adjacent to angle A divided by hypotenuse. That is, which is the side adjacent to angle A? It is AB. And the short form of cosine of angle A may be written as cos A. Then cos A is equal to AB by AC. AB by AC. And these two are the first two trigonometric ratios. That is, sin A is equal to opposite side by hypotenuse and cos A is adjacent side by hypotenuse. Okay, and there are 6 trigonometric ratios and the remaining 2 I'll be writing. And is it clear, these two? Okay, then the third one is tangent of angle A. Tangent of angle A is opposite side by adjacent side, or side opposite to angle A by side adjacent to angle A. That is opposite side by adjacent side.
and tangent of angle A may be abbreviated as tan A. Tan A is equal to what is opposite side? It is BC by AB. BC by AB. And there are three more. Next one is cosecant. Cosecant of angle A. It is cosecant of angle A is hypotenuse. Hypotenuse divided by opposite side. It is, and the abbreviated form of cosecant is cosec. Cosec A is equal to hypotenuse is AC divided by opposite side is BC. And what we see here, നേരത്തെ എഴുതിയത് എന്തായിരുന്നു? What was BC by AC? It was sine, and this is the reciprocal of sine. So we can write it as 1 by sine A. So we got a result. Cosec A is hypotenuse by opposite, which is the reciprocal of sine, which may be written as 1 by sine A. And the fifth one is secant. Secant of angle A. Secant of angle A. Secant of angle A is hypotenuse divided by adjacent side, and the abbreviation of secant is sec. Sec A is equal to, which is the hypotenuse, it is AC by adjacent side is AB. And we have seen that AB by AC or adjacent by hypotenuse was cos. So this is the reciprocal of what? Cos A. And we can write it as 1 by cos A. Or we can say sec A is the reciprocal of cos A. And cosec A is the reciprocal of sin A. And the last trigonometric ratio is cotangent. Cotangent of angle A is adjacent side. Adjacent side by opposite side. Adjacent side by opposite side. Which is the adjacent side, or cotangent may be abbreviated as cot A. Cot A is equal to adjacent side of angle A is, it is AB by opposite side of angle A is BC. AB by BC, and we have seen that BC by AB, that is opposite side by adjacent side, was tan A. So this is the reciprocal of tan A. We can write cot A is equal to 1 by tan A. And these are the 6 trigonometric ratios. Is it clear? Sin A is equal to opposite side by hypotenuse, cos A is equal to adjacent side by hypotenuse, and tan A is equal to opposite side by adjacent, and cosec A is the reciprocal of sin A, which is equal to hypotenuse by opposite, and sec A is the reciprocal of cos A, which is hypotenuse by adjacent side, and cot A is the reciprocal of tan A, which is equal to adjacent side by opposite side with respect to this acute angle A. And if we consider this angle, this acute angle C, hypotenuse remains the same, but the adjacent side and opposite side changes. Okay, that we will see in the next class. Anyway, you have to keep in mind what do we mean by sine, cos, etc. And this is the very base of trigonometry. I think it is clear to all of you, and the relationship between the ratios also. Okay, and this is the first part. See you in the next class. Thank you for watching the video.